ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീപിക ഓഫീസിൽ നിന്നും ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോഴാണ് ശരത്ത് ബൈക്കുമായിട്ട് വരുന്നത്. എന്നിട്ട് ദേവികയോട് പറയണ്, വാ കയറ്. എങ്ങോട്ട്? വീട്ടിലേക്ക്. എനിക്ക് വീട്ടിലേക്ക് പോകാനൊക്കെ അറിയാം. എൻ്റെ പൊന്നു ദേവികെ, ഞാനും വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നീ എന്നോടൊപ്പം പോന്നോ? എന്തിന്? എനിക്കറിയാം പോവാന്. ഞാൻ നിന്നോടൊപ്പം തന്നെ വരണമെന്ന് നിർബന്ധമില്ലല്ലോ. അതെന്താ നിനക്ക് എന്നോടൊപ്പം വന്നാല്? നിനക്ക് നാണമില്ലേ ശരത്തെ? ഞാൻ എന്തായാലും നിന്നോടൊപ്പം വരില്ല എന്നുള്ളത് നിനക്ക് അറിയാം. എന്നിട്ടും എന്തിനാണ് എൻ്റെ പുറകെ വരുന്നത്? നിനക്ക് എങ്ങനെ ഇങ്ങനെ ചോദിക്കാൻ കഴിയുന്നു? എന്തായാലും നാളെ നീ എൻ്റെ പുറകിൽ കയറേണ്ടവൾ തന്നെയാണ്. അത് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഞാൻ തീരുമാനിക്കണ്ടേ? സ്വപ്നം കാണാൻ നിന്നെ പോലെ ഏത് വിവരദോഷിക്കും അവകാശമുണ്ട്. പക്ഷെ അത് നടക്കണമെന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നമാവുന്നത്. അപ്പോഴാണ് അവിടേക്ക് സിദ്ധു വരുന്നത്. സിദ്ധുവിനെ കണ്ടതോടുകൂടി ശരത്ത് പറയണ, അത് ശരി, ഇതുകൊണ്ടാണല്ലേ നീ എന്നോടൊപ്പം വരില്ല എന്ന് പറയുന്നത്. അപ്പോഴാണ് ദേവിക സിദ്ധുവിനെ കാണുന്നത് തന്നെ. എന്നിട്ട് ശരത്ത് സിദ്ധുവിനെ കളിയാക്കിയിട്ട് പറയണ, ഹലോ സാറേ, സുഖമാണോ? എന്തുണ്ട് വിശേഷം? അല്ല, സാറിനോടൊപ്പം ഭാര്യ സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ കാമുകി സഞ്ചരിക്കുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ട്. കാമുകിയോട് ഇത്ര അധികം ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നല്ലോ. സിദ്ധു പറയണ, അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അധികം വൈകാതെ തന്നെ കാമുകിയും ഭാര്യ ഒരാളാവാനാണ് പോകുന്നത്. അപ്പോ ശരത്ത്, അത് നടക്കുമോ? എന്താ നടക്കായിക? തടസ്സപ്പെടുത്താൻ പലരും ശ്രമിക്കും, പക്ഷേ അത് നടക്കുക തന്നെ ചെയ്യും. എനിക്കെന്തായാലും നല്ല സംശയമുണ്ടാവും. പക്ഷേ അതിലൊന്നും ഒരു കാര്യവുമില്ല. ഞങ്ങളുടെ ആകെയുള്ള വിഷമം എന്താണെന്നോ? ഞങ്ങളുടെ കല്യാണ സമയത്ത് നീ അവിടെ ഉണ്ടാവില്ല. ആണിപ്പോൾ ഞങ്ങൾക്ക് ആകെയുള്ള വിഷമം. ഞാൻ എവിടെ പോവാനാണ്? നീ പൂജപ്പുരയിലേക്ക്. എന്ത്? പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക്? അതാണ് നടക്കാൻ പോകുന്നത്. ഓഹോ, അങ്ങനെ ഒരു ആഗ്രഹം കാമുകിക്കും കാമുകനും ഉണ്ടായിരുന്നോ? എങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ സിദ്ധു തിരിച്ചും മറുപടി പറയണ, അത് നടക്കുക തന്നെ ചെയ്യും. ഇല്ലല്ലോ, അത് നടക്കാൻ ഒരു സാധ്യതയും ഇല്ല. നമുക്ക് നോക്കാടാ ശരത്തെ എന്നും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് സിദ്ധുവും ദേവികയും നല്ല ശരത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങ് പോകുന്നത്. അതോടുകൂടി ശരത്തിന് ഉത്തരം മുട്ടി അവർ രണ്ടുപേരും ഒരുമിച്ചത് പോകുന്നത് കാണുമ്പോൾ സഹിക്കാൻ കഴിയാതെയാണ് നിൽക്കുന്നത്. പിന്നീട് ശരത്തിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി നിരഞ്ജനും പൊന്നുമണിയും കൂടി സ്റ്റേഷനിലേക്ക് എത്താണ്. എന്നിട്ട് പരാതി കൊടുക്കുകയാണ്. അപ്പോൾ എന്തിനാണ് അയാൾ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കുകയാണ് പൊന്നുമണിയോട്. നിരഞ്ജൻ പറയണേ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എൻ്റെ അമ്മയ്ക്ക് വയസ്സായതാണ്. ഇനിയും അവൻ അങ്ങനെ വന്ന് പ്രശ്നമുണ്ടാക്കിയാൽ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഇനി അവിടേക്ക് വരരുത് സാർ. അതിനുള്ളത് സാർ തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ പൊന്നുമണി പറയണേ, അയാൾ അവിടേക്ക് വരാൻ കാരണം അയാളുടെ ഒരു കൂട്ടുകാരനെയാണ് ഇപ്പോൾ ഞാൻ പ്രേമിക്കുന്നത്. അതിനെന്തിനാ അയാൾ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത്? അയാളും ആ കൂട്ടുകാരനും തമ്മിൽ നല്ല മിത്രങ്ങളായിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് അവരങ്ങ് ശത്രുതയിലായി. അതാണിപ്പോൾ കാരണം. അതുകൊണ്ടാണ് അയാൾ ആ പക തീർക്കാൻ വേണ്ടിയിട്ടാണ്, കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് വീട്ടിലേക്ക് വന്നത്. അയാൾ എന്തും ചെയ്യും എന്നുള്ള ഭാവത്തിലാണ് വന്നത് എന്നൊക്കെ ശരത്തിനെ കുറിച്ച് പൊന്നുമണി പറയാണ്. അങ്ങനെ കംപ്ലൈന്റ് എഴുതി വാങ്ങിക്കുകയാണ്. അപ്പോൾ പൊന്നുമണിയോട് പറയണേ, ഇനി എങ്ങാനും അവൻ അവിടേക്ക് വന്നാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും അവനെ റൂമിനകത്താക്കി പൂട്ടിയിടണം. പിന്നെ ഞങ്ങളെ വിളിച്ചാൽ മതി. ഞങ്ങൾ കാര്യം ചെയ്തോണ്ട് ഞങ്ങൾ ഇനി അവനെ നോക്കിക്കോളാം. പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അങ്ങനെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അതിൻ്റെ മുന്നേ തന്നെ അവനെ ഞാൻ ഫോൺ വിളിച്ച് അവനോടൊന്ന് സംസാരിക്കുന്നുണ്ട്. അവനെ കൊണ്ടുള്ള ശല്യം ഇനി ഒരിക്കലും നിങ്ങൾക്കുണ്ടാവില്ല എന്ന് പോലീസ് പറയുമ്പോൾ നിരഞ്ജൻ പറയണേ, അവനാള് ചില്ലറക്കാരനൊന്നുമല്ല. അവന് അത്യാവശ്യം പിടിപാടുള്ളവനാണ്. റൂബിയുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. അതിന് അല്ല, അങ്ങനെ പോലീസുമായി പിടിപാടുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് ധൈര്യത്തിൽ കാണിച്ചു കൂട്ടുന്നത് എന്ന് പറഞ്ഞപ്പോൾ പോലീസുകാരൻ പറയണേ, എന്നെ അതിൽ കൂട്ടണ്ട. അവൻ്റെ ഒരു മണിയടിയിലും ഞാൻ വീടില്ല എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ധൈര്യം കൊടുത്തിട്ടാണ് പോലീസ് നിരഞ്ജനെയും പൊന്നുമണിയെയും വീട്ടിലേക്ക് തിരിച്ചു വിടുന്നത്. അപ്പോൾ അവർ പോകുന്ന സമയത്ത് നിരഞ്ജൻ പൊന്നുമണിയോട് പറയണേ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റില്ല. വെറുതെ അമ്മയെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണെന്ന് പറഞ്ഞ് നിരഞ്ജൻ പൊന്നുമണിയെ ഉപദേശിക്കുകയാണ്. നീ എന്ത് കണ്ടിട്ടാണ് ആ ശരവണൻ്റെ പുറകെ നടക്കുന്നത്? അവൻ ആരാണെന്നുള്ളത് നിനക്കറിയാവുന്നതല്ലേ? ശരത്തിൻ്റെ വലങ്കയായിരുന്നു. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നീ എന്തിനാണ് ഈ ചതിയിൽ പോയി, ഈ കുരുക്കിൽ പോയി ചാടുന്നത് എന്ന് പറഞ്ഞപ്പോൾ പൊന്നുമണി പറയണേ, എന്നെ അങ്ങനെ ഉപദേശിക്കാനൊന്നും നിങ്ങൾ നിൽക്കണ്ട. ഓരോരുത്തർക്കും അതിൻ്റെതായ കുറവുകളുണ്ട്. അല്ല, മാഷേട്ടന് നല്ല കുറവില്ലേ? അതുപോലെ അക്ഷര ചേച്ചിക്കും കുറവില്ലേ? അങ്ങനെ ഓരോരുത്തർക്കും കുറവുകളുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഭൂമിയിൽ നിങ്ങളൊക്കെ ജീവിക്കുന്നത് പോലെ നല്ല പൈസയുള്ളവളായിട്ട് തന്നെ ജീവിക്കണം. അത് അത്യാവശ്യത്തിനുള്ള പൈസ ആ ശരവണൻ്റെ കയ്യിലുണ്ട്. പിന്നെ സ്നേഹിക്കാനുള്ള നല്ല മനസ്സുമുണ്ട്. അതുകൊണ്ട്
നിങ്ങൾ ആരും എന്നെ തിരുത്താനോ ഉപദേശിക്കാനോ വരണ്ട. ഇങ്ങനെ കാണുമ്പോൾ ഉപദേശം തരുന്നുണ്ടല്ലോ, അത് ഇനിയെങ്കിലും ഒന്ന് നിർത്ത്. എനിക്ക് മടുത്തു. അതുകൊണ്ട് ഇനി എന്നെ ഉപദേശിക്കാനും എന്നെ നേരാക്കാനോ ഒന്നും നിങ്ങൾ വരണ്ട. നീ എന്തറിഞ്ഞിട്ടാണ് പൊന്നുമണി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ശരത്തിൻ്റെ കൂടെ നടക്കുന്നവനാണ് അവൻ ശരത്ത് ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ പങ്കാളിയുമാണ് ശരവണനും. അപ്പോൾ അവൻ പിന്നെ ജയിലിലേക്കാണ് പോവേണ്ടി വരിക. അങ്ങനെ വന്നാലും എനിക്കൊരു കുഴപ്പവുമില്ല. എൻ്റെ ജീവിതം നശിച്ചു എന്ന് കരുതി നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? ഞാൻ എന്തായാലും ഒരുപാട് അനുഭവിച്ചവളാണ്. ഇതിലും കൂടുതൽ അനുഭവിക്കാനൊന്നും ഇനി എൻ്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് ഇനി എന്നെ ഉപദേശിക്കാനോ എന്നെ നേർവഴിക്ക് നടത്താനോ നിങ്ങൾ വരേണ്ട എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടു കൂടി പൊന്നുമണി സംസാരിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ നിരഞ്ജൻ വീട്ടിലെത്തുകയാണ്. അക്ഷരയും കൂട്ടി തിരിച്ച് വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മയുടെ ഒക്കെ മുന്നിൽ വെച്ച് അക്ഷര അങ്ങനെ ഉപദേശിക്കുകയാണ് പൊന്നുമണിയെ. അപ്പോഴും അക്ഷരയോടും നല്ല തറുതലയോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ നിരഞ്ജൻ്റെ അമ്മ അക്ഷരയെയും നിരഞ്ജനോടും പറയുകയാണ്, ഇനി മുതൽ അവളുടെ കാര്യത്തിൽ നമ്മൾ ആരും തലയിടണ്ട. അവളുടെ ജീവിതം നശിക്കാനാണ് വിധിയെങ്കിൽ അവൾ തന്നെ അനുഭവിച്ചോട്ടെ, അല്ലാതെ അവളെ എത്ര ഉപദേശിച്ചിട്ടും ഒരു കാര്യവുമില്ല എന്ന് പറയണേ. അങ്ങനെ നിരഞ്ജനും അക്ഷരയും അവിടെ നിന്ന് പോവാണ്. പിന്നീട് ദേവിക വീട്ടിലെത്തിയ ശേഷം മുത്തശ്ശി കളിയാക്കിയിട്ട് സംസാരിക്കണം, അയ്യോ ഉദ്യോഗസ്ഥ വന്നല്ലോ, അല്ല നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവിടുന്ന ആളാ വന്നില്ലേ? ആര്? എന്താ നീ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? ഇവിടെ നാട്ടിൽ മുഴുവനും പാട്ടാണ്. ഒരു ഭാര്യയുടെ ഭർത്താവിനെ തട്ടിയെടുക്കുന്നവളാണ് നീയെന്ന്. അത് കേട്ടപ്പോൾ ദേവികയ്ക്ക് അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് പറയണേ, ഞാൻ ആരുടെ ഭർത്താവിനെയും തട്ടിയെടുക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. സിദ്ധു ആരാണെന്നുള്ളതും സിദ്ധുവുമായിട്ട് ഞാൻ എന്ത് ബന്ധമാണ് ഉള്ളത് എന്നൊക്കെ അറിയാവുന്നവരാരും ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. സിദ്ധുവിനെ കുറിച്ച് ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുത്. സിദ്ധു ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പോലും ആരും ഉണ്ടാവില്ലായിരുന്നു. അതുകൂടി മുത്തശ്ശി ഓർക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കേട്ടും കൊണ്ടാണ് നിത്യ വരുന്നത്. അപ്പോൾ നിത്യ പറയണേ, ഇതൊന്നും മുത്തശ്ശിയോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഏട്ടത്തി. എന്തിനും ഏതിനും രക്ഷകനായി ഇവിടെ വീട്ടിലൊരാളുണ്ട് എന്നല്ലേ മുത്തശ്ശി പറയുന്നത്. അയാൾ പറയുന്നതാണ് മുത്തശ്ശി കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യൂ. അയാൾ പറയുന്നതാണ് മുത്തശ്ശി വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറയണേ, നീ അങ്ങനെ അവനെ കൊച്ചാക്കി സംസാരിക്കൊന്നും വേണ്ട. നാളെ അവൻ്റെ കൂടെ ഒരു ജീവിതം തുടങ്ങാൻ പോകുന്നവളാണ്. തൽക്കാലം മുത്തശ്ശി ഇപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കേണ്ട. ഞാനും മുത്തശ്ശിയും കൂടി വഴക്കാവും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇവിടെ പറയണ്ട. അപ്പോൾ മുത്തശ്ശി ദേവികയോട് പറയണം, ഇവളുടെ ഈ പോക്ക് കാരണം ഇവളെ ഇപ്പൊ അടുത്ത് പോലീസ് പിടിക്കും. കാരണം ആത്മഹത്യ എഴുതി വെച്ച് ആ ചന്ദ്ര മരിക്കാനാണ് സാധ്യത. എന്ത് ചന്ദ്ര മരിക്കാനോ? ചന്ദ്ര ആത്മഹത്യ ചെയ്യാനോ? അത് ഒരിക്കലും ഉണ്ടാവില്ല മുത്തശ്ശി. മുത്തശ്ശി കാണുന്ന ആളൊന്നുമല്ല. അവൾക്ക് വേറെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവളിപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും പെരുമാറുന്നതും അവൾ ഈ ദേഷ്യപ്പെടുന്നതും എല്ലാം. അവൾ എന്തൊക്കെയോ മനസ്സിൽ ഉദ്ദേശിച്ചത് നടക്കാത്തത് കൊണ്ടുള്ള ദേഷ്യമാണ് എന്നും പറഞ്ഞ് നീ അവിടെ ഇരുന്നോ, ഓരോന്ന് വരുമ്പോഴോ നീ അനുഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നിത്യ ദേവികയും കൊണ്ട് പോവുകയാണ്. മുത്തശ്ശി അങ്ങനെ പലതും പറയും, ഇതൊന്നും കേൾക്കാൻ നിൽക്കേണ്ട ഏട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് പ്രഭാവതിയെ ശരത്ത് വിളിച്ചു വരുത്തുകയാണ് അമ്മയെ കാണാൻ വേണ്ടി. എന്നിട്ട് പറയണേ, അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ എന്ന് പറയുമ്പോഴും പ്രഭാവതിയൊക്കെ അതൊക്കെ ഒരു പരിഹാസത്തോടു കൂടിയാണ് കേട്ടോ കേൾക്കുന്നത്. എന്താണാവോ നീ വിളിച്ചത്? ആദ്യം അത് പറ അമ്മേ, അതങ്ങ് നടത്തിയാലോ? തീരുമാനിച്ചു വെച്ചത്? എന്ത് തീരുമാനിച്ചു വെച്ചത്? എൻ്റെ 16 അടിയന്തരം നടത്താനാണോ? എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു നല്ല കാര്യം പറയാൻ ഒരുങ്ങുമ്പോഴാണ് കല്യാണ കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? അമ്മ തന്നെ മുൻകൈ എടുക്കണം. അമ്മ പോയി അവിടെ പോയി സംസാരിക്കണം. എന്ത് സംസാരിക്കാനാണ് ഈ സമയത്ത്? മനോഹരന് സുഖമില്ലാതെ കിടക്കുന്ന ഈ സമയത്താണോ സംസാരിക്കേണ്ടത്? എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോൾ ശരിയാവും എന്നുള്ളത്. അതൊക്കെ ശരിയാവും, അമ്മ പോയി സംസാരിക്കും. ഇല്ല ശരത്തെ, നീ എന്തിനാ നിത്യയെ കല്യാണം കഴിക്കണം എന്നിങ്ങനെ വാശി പിടിക്കുന്നത്? കല്യാണം നടന്നാൽ എന്ത് ഗുണമാണ് നിനക്കുള്ളത്? അതൊന്നും ഇപ്പൊ തൽക്കാലം അമ്മ അറിയണ്ട. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാവും എന്നുള്ളത് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. എനിക്ക് ഒരുപാട് മോഹങ്ങളുണ്ട് അമ്മേ. ആ മോഹങ്ങളെല്ലാം എനിക്ക് ഓരോന്നായി സാധിച്ചെടുക്കണം. അപ്പോൾ പ്രഭാവതി നെഗറ്റീവായി സംസാരിക്കുകയാണ്. നീ വിചാരിക്കുന്ന മോഹങ്ങളെല്ലാം നടക്കണമെന്നുണ്ട്. എന്താ അമ്മ ഇങ്ങനെ നെഗറ്റീവായി പറയുന്നത്? ഇങ്ങനത്തെ സ്വഭാവമൊന്നും അമ്മയ്ക്ക് ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ കുറച്ച് ദിവസങ്ങളോളമായിട്ട് അമ്മയുടെ സ്വഭാവവും പ്രതികരണവും ഒക്കെ ഇങ്ങനെയാണല്ലോ. എന്ത് പറ്റി അമ്മയ്ക്ക്? പിന്നെ എനിക്ക് പ്രായമായി വരില്ലേ, അതിൻ്റെ ആയിരിക്കും. അതുകൊണ്ടാണ് അമ്മ പറയുന്നത് എൻ്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന്. എനിക്ക് കാത്തിരിക്കാൻ വയ്യ അമ്മേ. എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനമുണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ പ്രഭാവതി ആലോചിക്കുകയാണ്. എന്താ അമ്മ ആലോചിക്കുന്നത്? ആ നോക്കട്ടെ, ഞാനൊന്ന് ആലോചിച്ചിട്ട് അഭിപ്രായം പറയാം എന്നും പറഞ്ഞ് പ്രഭാവതി അവിടെ നിന്നും പോവാണ്. അപ്പോൾ ശരത്ത്, എന്താ അമ്മയ്ക്ക് പറ്റിയത്? അമ്മ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ചിന്തിച്ചോണ്ടാണ് നിൽക്കുന്നത്. പിന്നീട് സിദ്ധു വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് ചന്ദ്ര ചോദിക്കുകയാണ്, അവളെ ഭദ്രമായിട്ട് വീട്ടിലെത്തിച്ചോ? ആ, അവളെ എത്തിക്കേണ്ടടുത്ത് ഞാൻ എത്തിച്ചു. നീ അവളെ എന്ന് ഉദ്ദേശിച്ചത് ദേവികയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇല്ലല്ലോ നിങ്ങൾക്ക് അവളുടെ പിറകെ ഇങ്ങനെ നടക്കാൻ. അത്
അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഈ ചോദിച്ച ചോദ്യം നാളെ നാട്ടുകാരും ചോദിക്കും. അങ്ങനെ ചോദിച്ചാലും എനിക്കൊരു പേടിയുമില്ല. കാരണം ഞാൻ വിവാഹം ചെയ്യാനിരുന്നിരുന്ന പെണ്ണാണ് ദേവിക. നാളെ ഞാൻ അവളെ വിവാഹം കഴിക്കാൻ പോകുന്നവനുമാണ് എന്ന് പറഞ്ഞപ്പോൾ എന്തൊരു നടക്കാത്ത സ്വപ്നം എന്ന് ചന്ദ്ര പറയുമ്പോൾ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് അധികം വൈകാതെ തന്നെ നിനക്ക് മനസ്സിലാവും. നീ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതിന്റെ മുന്നേ നീ എവിടേക്കാണ് പോയത്? അച്ഛനെ ഇവിടെ തനിച്ചാക്കി നീ എവിടേക്കാണ് പോയത്? ഞാൻ പോയത് എൻ്റെ ഒരു ശത്രുവിന്റെ വീഴ്ച കണ്ട് സന്തോഷിക്കാൻ പോയതാണ്. ഇതുപോലെ സന്തോഷിക്കുന്നത് കൊണ്ടാണല്ലോ നിന്റെ ജീവിതം ഇന്ന് ഇങ്ങനെ ആയി തീർന്നത്. എൻ്റെ ജീവിതത്തിന് ഒരു കുഴപ്പവുമില്ല. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം എനിക്ക് നടന്നു കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇനിയും എല്ലാം നടക്കുമെന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നിനക്ക് ആ വിശ്വാസം ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. നീ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നിന്നെ ഞാൻ ഒരിക്കലും ഡിവോഴ്സ് ചെയ്യാൻ കഴിയില്ല എന്നല്ല, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എന്നെ മനസ്സുകൊണ്ട് ചിലപ്പോൾ അംഗീകരിക്കാൻ കഴിയില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും ഡിവോഴ്സ് കിട്ടില്ല. അത് നമുക്ക് നോക്കാടി. ഞാനും ഒരു വക്കീലാണ്. അത്യാവശ്യം ആൾതാമസമൊക്കെ എൻ്റെ തലയിലുമുണ്ട്. എനിക്കറിയാം നിന്നെ എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളതൊക്കെ. അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് നീ ആദ്യം ചിന്തിക്കണം. ഇല്ല, ഒരിക്കലും സിദ്ധുവേട്ടന് കേസിൽ ജയിക്കാൻ കഴിയില്ല. സിദ്ധുവേട്ടൻ നാണം കെടും എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ എനിക്കറിയാമടി. എന്ത് ചെയ്യണം എന്നുള്ളതും നിന്നെ എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളതൊക്കെ ഞാൻ എന്തായാലും മനസ്സിൽ കണ്ടെത്തിയിട്ടുണ്ടാവും എന്നുള്ളതെങ്കിലും നീ ഒന്ന് ഊഹിക്കണം. നീയല്ല ഞാൻ എന്ന് പറഞ്ഞ് ചന്ദ്രയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സിദ്ധു അകത്തേക്ക് പോകുന്നത്. പിന്നീട് ദേവിക മനോഹരനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവാൻ ഒരുങ്ങുമ്പോൾ മുത്തശ്ശി തടയുകയാണ്. എവിടേക്കാണാവോ ഈ സന്ധ്യ നേരത്ത്? ഇവിടെ നിന്നും ആരും എവിടേക്കും പോവണ്ട. നീ ഇപ്പോൾ പുറത്തിറങ്ങുന്നത് എന്തിനാണെന്നുള്ളതൊക്കെ എനിക്കറിയാം. അവൻ്റെ കൂടെ ചുറ്റിക്കറങ്ങാനല്ലേ. എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കറിയാൻ വേണ്ടി. എന്തായാലും നീ ഇവിടെ നിന്നും പോവില്ല എന്ന് പറയാണ്. അപ്പോഴാണ് നിത്യ അവിടേക്ക് വരുന്നത്. അല്ല ഏട്ടത്തി ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ലേ? എന്നെ മുത്തശ്ശി പറഞ്ഞു വിടുന്നില്ല. ഞാനേതായാലും പോകുന്നില്ല. മുത്തശ്ശിയുടെ വായിലുള്ളത് കേൾക്കാൻ എനിക്ക് വയ്യ. മുത്തശ്ശി അങ്ങനെ പലതും പറയും. ഏട്ടത്തി പോവാൻ നോക്കും. ഇല്ല, ഓരോ അപവാദങ്ങളല്ലേ മുത്തശ്ശി പറയുന്നത്. അത് കേട്ടും കൊണ്ട് എനിക്കിവിടെ നിന്നും പോവണമെന്നില്ല. മുത്തശ്ശിക്കാണെങ്കിൽ എന്നെ വല്ലാതെ സംശയവുമല്ലേ. ഏതായാലും അച്ഛനെ നോക്കാൻ ഇപ്പോൾ അവിടെ അമ്മയുണ്ടല്ലോ, അത് മതി. നിത്യ പറയണേ മുത്തശ്ശിക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ അത് സത്യം തന്നെ ആണെന്ന് മുത്തശ്ശി അങ്ങ് കരുതിക്കോട്ടെ. അപ്പൊ മുത്തശ്ശി ഈ വീട്ടിലിപ്പോൾ ആകെയുള്ളത് ഒരു അഭിമാനമാണ്. അതും കൂടി നീ ഇല്ലാതാക്കുമോ? ഇല്ല, എൻ്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും വഴക്കിടണ്ട. ഞാൻ ഏതായാലും പോകുന്നില്ല. മുത്തശ്ശി അച്ഛൻ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കാണ്. എന്നിട്ട് പോലും ഏട്ടത്തി ഇങ്ങനെ ആരുടെ കൂടെ പോകുന്നു വരുന്നു എന്നൊക്കെ നോക്കാനാണോ മുത്തശ്ശി നിൽക്കുന്നത്? ഇത്രയ്ക്കുള്ളൂ മുത്തശ്ശിയുടെ മാന്യത. ആടി, എനിക്ക് ഇത്രയൊക്കെ മാന്യതയുള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ടാണ് മുത്തശ്ശി അകത്ത് പോകുന്നത്. അപ്പോൾ ദേവിക വിഷമിച്ചുകൊണ്ട് പറയാണ്, മനസമാധാനമാണ് ഏറ്റവും വലുത്. അതല്ലേ ഏട്ടത്തി, എൻ്റെ കല്യാണം ഇപ്പോൾ നടത്താനുള്ള ശ്രമത്തിലാണ് ആ ശരത്ത്. അതിനുള്ള വഴിയൊക്കെ നോക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ നല്ല പേടിയുമുണ്ട്. ഇപ്പോൾ അച്ഛനാണെങ്കിൽ കിടപ്പിലല്ലേ. മറ്റത് അച്ഛനുണ്ടായിരുന്നു തടയാൻ. അവൻ എന്തെങ്കിലും ചെയ്ത് എൻ്റെ വിവാഹം നടത്തുമോ എന്നുള്ള പേടിയിലാണ്. ഇല്ല മോളെ, ഈ ഏട്ടത്തി ജീവിച്ചിരിക്കുമ്പോൾ അവനുമായിട്ടുള്ള വിവാഹം ഒരിക്കലും ഈ ഏട്ടത്തി നടത്തില്ല. ഒറ്റയ്ക്കല്ല മോളെ, എന്നോടൊപ്പം സിദ്ധുവും അങ്ങനെ പലരുമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നീയും അവനും തമ്മിലുള്ള വിവാഹം ഈ ഏട്ടത്തി നടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നിത്യയ്ക്ക് അതൊരു ആശ്വാസമാവുകയാണ്. പിന്നീട് ശരത്ത് വീട്ടിലേക്ക് വരാൻ ഒരുങ്ങുമ്പോഴാണ് ശരത്തിൻ്റെ ഫോണിലേക്ക് പോലീസ് വിളിക്കുന്നത്. എന്നിട്ട് പറയണ, ഞാൻ സ്റ്റേഷനിൽ നിന്ന് പോലീസാണ്. നിന്റെ പേരിൽ ഒരു പരാതി തന്നിട്ടുണ്ട്. പരാതിയോ? ഞാൻ അങ്ങനെ ഒരു കച്ചറയ്ക്കും പോകുന്ന ആളല്ലല്ലോ സാർ എന്ന് പറഞ്ഞപ്പോൾ നീ എന്താണ് ആ പൊന്നുമണിയുടെ വീട്ടിൽ പോയി പ്രശ്നമുണ്ടാക്കിയത് എന്ന് ചോദിച്ചതോടുകൂടി ശരത്ത് പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്തുത്തരം ഇനി പോലീസിനോട് പറയുമെന്നുള്ള പേടിയിൽ അങ്ങനെ ശരത്തിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്.